Hi, I am Roger Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2025 NEET examination May 4th നടക്കുന്നതിന് തൊട്ട് മുമ്പായി ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ. ഇന്ന് 29th April NTA ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് തന്നിരിക്കുന്നു. ആധാർ കാർഡ് ഒരു വിദ്യാർത്ഥി എൻട്രൻസ് എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കയ്യിൽ കരുതേണ്ട ഡോക്യുമെൻ്റ് ആണ് ആധാർ കാർഡ്. നാം നീറ്റിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് ആധാർ കാർഡ് അല്ല ID പ്രൂഫായി സബ്മിറ്റ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ആധാർ കാർഡ് ID പ്രൂഫായി സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് NTA ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ നൽകിയിരിക്കുന്നത്. നീറ്റ് എക്സാമിനേഷൻ എഴുതാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ID പ്രൂഫായിട്ട് ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്യാമായിരുന്നു. പാസ്പോർട്ട്, +2ൻ്റെ ഹാൾ ടിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ്, ഇതേപോലെ ഒരു ഫോട്ടോ ഉള്ള ID പ്രൂഫുകൾ എന്ത് വേണമെങ്കിലും നമുക്ക് ID പ്രൂഫായി അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ആധാർ കാർഡ് തന്നെയാണ്. അന്ന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് 2025 എക്സാമിനേഷന് നീറ്റ് എക്സാമിനേഷൻ NTA നടത്തുന്ന എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് ആധാർ കാർഡ് സബ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഇന്ന് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആപ്ലിക്കബിൾ അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ആധാർ കാർഡിന് പകരം മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സുകൾ ID പ്രൂഫായി സബ്മിറ്റ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ് NTA നൽകിയിരിക്കുന്നത്. അതിന് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് തങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് എൻ്റർ ആയതിനു ശേഷം അവിടെ നിങ്ങൾക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇങ്ങനെ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യാതിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മെയിലിലേക്കും SMS ആയും ഒരു മെസ്സേജ് NTA ഓൾറെഡി സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് അത് ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് NTAയുടെ വെബ്സൈറ്റിലേക്ക് കയറിയതിനു ശേഷം യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നമ്മുടെ പ്രൊഫൈൽ പേജ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ലിങ്ക് ഉണ്ടാവും. ഈ ലിങ്ക് ത്രൂ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന ആധാർ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ നെയിമിലോ ഡേറ്റ് ഓഫ് ബർത്തിലോ ഫോട്ടോയിലോ ഒന്നും മിസ്റ്റേക്ക് ഇല്ലാത്ത ആധാർ കാർഡ് ആയിരിക്കണം നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഫൈനൽ മൊമെന്റിൽ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് ഈ ആധാർ കാർഡിനെ തന്നെ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആയിട്ട് പറയുന്നത്? നാം എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ പ്രത്യേകിച്ച് 2025 NTA നടത്തുന്ന നീറ്റ് എക്സാമിനേഷൻ വളരെ സ്ട്രിക്റ്റ് പാറ്റേണിലാണ് എക്സാമിനേഷനുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുന്നത്. നമുക്കറിയാം ഈ വർഷം ഒരു പ്രൈവറ്റ് കോളേജുകൾ പോലും ഒരു എക്സാമിനേഷൻ സെന്ററായി NTA എടുത്തിട്ടില്ല. എല്ലാ എക്സാമിനേഷൻ സെന്ററുകളും ഗവൺമെന്റ് ക്യാമ്പസുകളോ അൺഎയ്ഡഡ് ക്യാമ്പസുകളോ പോലീസിന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺട്രോളിംഗിൽ മാത്രമാണ് ക്വസ്റ്റ്യൻ പേപ്പർ എത്തിക്കുന്നതും ഈ വർഷത്തെ NTA എക്സാമിനേഷൻ നടത്തുന്നതും. ആ ക്യാമ്പസിലേക്ക് നമുക്കറിയാം May 4th നടക്കുന്ന എക്സാമിനേഷൻ 2 to 5 ഉള്ള 3 hours 180 ക്വസ്റ്റ്യൻസ് 180 minutes കൊണ്ട് എഴുതേണ്ട എക്സാമിനേഷൻ ആണ്. ഈ എക്സാമിനേഷൻ ഹാളിലേക്ക് ഒരു വിദ്യാർത്ഥി 1 hour മുമ്പ് എക്സാമിനേഷൻ ഹാളിലേക്ക് എൻ്റർ ആവണം. സിറ്റി സെന്റർ എവിടെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഹാൾ ടിക്കറ്റ് ലഭിക്കുമ്പോൾ മാത്രമാണ് നാം ഏത് സ്കൂളിലാണ്, ഏത് അഡ്രസ് ഉള്ള ക്യാമ്പസിലാണ് നാം പരീക്ഷ എഴുതേണ്ടി വരിക എന്ന് നമുക്ക് അറിയാൻ സാധിക്കുക. ഇനി ആ എക്സാമിനേഷൻ സെന്ററിൽ ആ സ്കൂളിൽ കൃത്യം പരീക്ഷയ്ക്ക് 2 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും എക്സാമിനേഷൻ സെന്ററിൽ നാം എത്തി എല്ലാ പരിശോധനകൾക്കും ശേഷമാണ് നാം എക്സാം ഹാളിലേക്ക് എൻ്റർ ആവേണ്ടത്. ഈ പരിശോധന സമയത്ത് ഒരു വിദ്യാർത്ഥി എന്തൊക്കെ ക്യാരി ചെയ്യണം, എങ്ങനെയുള്ള ഡ്രസ്സുകളാണ് ധരിക്കേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം അടുത്തൊരു വീഡിയോയിൽ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ കൃത്യമായി ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ നാം പരീക്ഷാ ഹാളിലേക്ക് കയറുമ്പോൾ അവിടെ ഇൻവിജിലേറ്ററുടെ മേൽനോട്ടത്തിൽ കൃത്യമായ സ്ക്രീനിങ്ങിലൂടെയാണ് ഓരോ വിദ്യാർത്ഥികളെയും എക്സാമിനേഷൻ ഹാളിലേക്ക് വിടുക. അവിടെ നമ്മെ ക്രോസ് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ബയോമെട്രിക് ഡിവൈസുകളും ഫോട്ടോയും സിഗ്നേച്ചറും എല്ലാം ക്രോസ് വെരിഫൈ ചെയ്യുമ്പോൾ ഒരു ആധാർ കാർഡാണ് ID പ്രൂഫായി നാം സബ്മിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ പ്രോസസ്സിംഗ് എല്ലാം വളരെ ഈസി ആയി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കഴിവതും വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, എൻട്രൻസ് എക്സാമിനേഷൻ ഹാളിലേക്ക് നീറ്റ് 2025 എക്സാമിനേഷൻ എഴുതാൻ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫായി കൃത്യമായി ഒരു ആധാർ കാർഡ് തന്നെ നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇൻ കേസ് ആധാർ കാർഡിനകത്ത് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് ആധാർ കാർഡ് അല്ല ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വിദ്യാർത്ഥികൾ തങ്ങൾ പാസ്പോർട്ടാണോ അല്ലെങ്കിൽ
മറ്റേതെങ്കിലും ID പ്രൂഫ് ആണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ ആധാർ കാർഡ് കയ്യിൽ കരുതുവാൻ എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കറിയാം എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഇനി 5 ഡേയ്സ് 5 ദിവസങ്ങൾ മാത്രമാണ് മുമ്പിലുള്ളത്. ഈ ദിവസങ്ങളിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. നല്ല കോൺഫിഡൻസോടെ ടെൻഷനൊക്കെ മാറ്റിവെച്ച് എല്ലാ ദിവസവും ഒരു മോഡൽ എക്സാമിനേഷൻ എങ്കിലും ആ കൃത്യമായ 2 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് 180 ക്വസ്റ്റ്യൻസ് 180 മിനിറ്റ് കൊണ്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്യുക. ആ ഓരോ മോഡൽ എക്സാമിനേഷനിലും നമുക്കുണ്ടാകുന്ന മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്യുക. ആ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് 720-ൽ 720 നേടാൻ സാധിക്കുന്നത്. ഈ എക്സാമിനേഷനുമായിട്ട് റിലേറ്റഡ് ആയി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. എല്ലാവർക്കും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന ആശംസയോടെ ഓൾ ദ ബെസ്റ്റ്.